ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Kanz. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്ന് രാവിലെ തന്നെ ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പുതിയ NFT ഗെയിമിനെ കുറിച്ച് സംസാരിക്കാനാണ്. പൊതുവേ എനിക്ക് ഗെയിമിങ്ങിലോട് പണ്ട് ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ ഒരു താല്പര്യം എനിക്കിപ്പോൾ ഇല്ല. അതിനുള്ള പല കാരണം ഗെയിം കളിച്ച് നടക്കാനുള്ള സമയമൊന്നുമില്ല. എന്നാൽ ഗെയിമിംഗ് എന്ന് പറയുന്നത് വേറൊരു തലത്തിലേക്ക് മാറിയത് ഇപ്പം നമ്മൾ ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ പയ്യൻ ഗെയിം കളിച്ച് ഒരുപാട് രൂപയുണ്ടാക്കി, ചില കുട്ടികൾ ഗെയിം കളിച്ച് കുറേ പൈസ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കളയുന്നു, അങ്ങനെ കുറേ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് തികച്ചും ഒരു ഇൻഫർമേഷണൽ വീഡിയോ ആണ്, അതല്ലാതെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും എപ്പോഴും ഹൈലി റിസ്ക് ഉള്ള പ്രോജക്റ്റുകളായിരിക്കും. ചിലപ്പോൾ 2 മാസം കഴിഞ്ഞോ 4 മാസം കഴിഞ്ഞോ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരിക്കണമെന്ന് തന്നെ ഇല്ല. അതുകൊണ്ട് വേണ്ടത്ര എല്ലാ റിസർച്ചും ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നമ്മൾ പോയി പൈസ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അതെല്ലാം മാറ്റി നിർത്തി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഈ കാണുന്ന ഒരു സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NFT എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് കേട്ടിട്ടുള്ള നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും എന്താണ് NFT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് ഡിജിറ്റലി ഉള്ള ഒരു ആർട്ട്. നമുക്കിപ്പം നോർമലി നമ്മളുടെ ചുറ്റുപാടും കാണുന്ന ഒരുപാട് കലാകാരന്മാർ അവരുടെ പെയിൻറ്റിങ്സ് അവർ പറയുന്ന വിലയ്ക്ക് വിൽക്കുന്നത് പോലെ നമുക്ക് ഡിജിറ്റലി ഒരു ആർട്ടെന്ന് വേണമെന്നില്ല, എന്തെങ്കിലും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ ട്വീറ്റ് ആണെങ്കിൽ പോലും ആ ഒരു സംഭവം ഒരാൾക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് ഈ NFTയിൽ വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു ആർട്ട് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ 100% ഓണർഷിപ്പ് ആ വാങ്ങുന്ന ആൾക്കായിരിക്കും. പക്ഷേ അതിൻ്റെ പല കോപ്പികളിൽ ഒരു പിക്ചർ ആണെങ്കിൽ അതിൻ്റെ പല കോപ്പികളിൽ ലോകത്ത് പല സ്ഥലത്തും ഉണ്ടാവും. പക്ഷേ അത് വിൽക്കാനും വാങ്ങാനുമുള്ള ഒരേ ഒരു അവകാശം അതിൻ്റെ ഓണറിനായിരിക്കും. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രിപ്റ്റോ കറൻസിയിൽ അല്ലെങ്കിൽ ക്രിപ്റ്റോ മേഖലയിൽ നമുക്ക് പുതിയൊരു മേഖല തന്നെ തുറന്നിരിക്കുകയാണ് NFT ബേസ്ഡ് ആയിട്ടുള്ള ഗെയിമിംഗ്. അതിൽ ഏറ്റവും തരംഗമായിട്ടുള്ള ഒരു സംഭവമാണ് നിനെക്കോ എന്ന് പറയുന്നത്. ഈ നിനെക്കോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കമ്പ്യൂട്ടറിൽ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം നിനെക്കോയുടെ കുറച്ച് ക്യാരക്ടേഴ്സ് അഥവാ കുറച്ച് ആർട്ടുകൾ നമുക്ക് കാണാം. ഈ സംഭവങ്ങൾ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങണം. ഈ ക്യാരക്ടേഴ്സിനെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണം. ഈ വാങ്ങുന്ന ക്യാരക്ടേഴ്സിന് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ബിനാൻസ് വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബിനാൻസിൻ്റെ BNB എന്ന് പറയുന്ന കോയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് വാങ്ങുമ്പോൾ ഇപ്പോൾ നിലവിൽ ഏറ്റവും കുറഞ്ഞ വിലയെന്ന് പറയുന്നത് നമുക്ക് 112.96 ഇപ്പോൾ ഇതിൻ്റെ വില ഇടിഞ്ഞു കിടക്കുകയാണ്. ഈ ഒരു സംഭവം നമുക്ക് കഴിഞ്ഞ 1-2 ആഴ്ചയ്ക്ക് മുമ്പ് ഏറ്റവും കുറഞ്ഞത് $350-400 ഇതുപോലൊരു NFT ക്യാരക്ടേഴ്സിനെ വാങ്ങാൻ, അല്ലെങ്കിൽ ഇതുപോലൊരു NFT ക്യാരക്ടറിനെ വാങ്ങാൻ വേണ്ടി നമ്മൾ ചിലവാക്കേണ്ടിയിരുന്ന പൈസ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വില ഇത്തിരി ഇടിഞ്ഞു കിടക്കുകയാണ്. എല്ലാ ക്രിപ്റ്റോ കറൻസിയും ഇടിഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ വിലയും കുറച്ച് ഇടിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റേറ്റിന് കിട്ടുന്നത്. ഇവിടെ ഈ കാണുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഈ ഓരോ ക്യാരക്ടേഴ്സിനും ഇതിൻ്റെ വില വെറുതെ അങ്ങനെ കൊടുത്തിരിക്കുകയല്ല. ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ എബിലിറ്റി ഉണ്ട്. അതായത് ചില ക്യാരക്ടേഴ്സിനെ നമുക്ക് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല, അതിനെ ഒപ്പണൻറ്റ് പെട്ടെന്ന് തോൽപ്പിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ കഴിവുള്ള ക്യാരക്ടേഴ്സിനാണ് നമ്മൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ഒരു കഴിവിനനുസരിച്ച് അതൊക്കെ നമുക്കിവിടെ ഫിൽട്ടർ ചെയ്ത് വരുന്ന അതിനനുസരിച്ച് നമുക്ക് ഓരോ ഇത് വാങ്ങാം. ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അവിടെ നമുക്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ മെയിനായിട്ട് ഈ ഒരു അക്കൗണ്ട് വർക്ക് ചെയ്യുന്നത് നമ്മളുടെ മെറ്റാമാസ്ക് എന്ന് പറയുന്ന ഈ ഒരു വാലറ്റ് ഉണ്ട്. ഈ വാലറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു അക്കൗണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മെറ്റാമാസ്കിൻ്റെ ഒരു വാലറ്റ് നമ്മൾ ഇതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ അത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളുടെ ഐപാഡിൽ വന്നിട്ട് നമ്മൾ ഇവിടെ കാണിക്കാം. നമ്മളുടെ ആപ്പ് സ്റ്റോറിലേക്ക് പോയിട്ട് നിന്നെക്കോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആദ്യം കാണുന്ന ഈ ഒരു സംഭവമാണ് നിന്നെക്കോ എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ കൊടുക്കുക.
അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ കൊടുത്ത് ഇവിടെ നമുക്ക് ഇത് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ആദ്യമായിട്ട് ഒരാൾ ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇതിൽ എൻ്റർ കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇത് വരുമ്പോൾ അതിൻ്റെ ഡേറ്റാസും സംഭവമൊക്കെ ലോഗിൻ ആവും. അതിനുശേഷം നമുക്കിവിടെ കാണാം അതിൻ്റെ കുറച്ച് ന്യൂസൊക്കെ മുകളിൽ ഇങ്ങനെ സ്ക്രോളായിട്ട് വരുന്നത് നമുക്ക് കാണാം. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ ആ സംഭവം ഞാനൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിഞ്ച 168320 ലെവൽ 2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. അതായത് നമ്മളുടെ ഇപ്പോൾ കറണ്ട് ലെവലാണ് ഇവിടെ കാണിക്കുന്നത്. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൊത്തത്തിൽ ഇത് എന്തൊക്കെയാണ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ നിന്നെക്കോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവർ ഫ്രീ ആയിട്ട് തരുന്ന 3 ക്യാരക്ടേഴ്സ്, അതായത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു 3 ക്യാരക്ടേഴ്സിനെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെ അതിൻ്റെ എബിലിറ്റിയെക്കുറിച്ചൊക്കെ നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ലെവൽ 2 എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ടയറുണ്ട്. അതായത് ഇതിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ എബിലിറ്റിയൊക്കെ വരുന്നത്. പിന്നെ അതിന് തൊട്ട് താഴെ ഈ ഫിഷിൻ്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിനെ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് റെഡ് ഫിഷും ഉണ്ട്, ഒരു ഗ്രീൻ ഫിഷും ഉണ്ട്. ഈ റെഡ് ഫിഷ് എന്താണ്, ഗ്രീൻ ഫിഷ് എന്താണ്, ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു സംഭവത്തിനെ ലെവൽ 2 എന്നുള്ളത് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ 25 ഫിഷ് ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഓരോ ക്ലിക്കിനും നമുക്ക് ഈ സംഭവങ്ങൾ മാറുന്ന, അതായത് 45 എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഓപ്ഷനിൽ ഇവിടെ കാണിക്കുന്നത് ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ എക്യുപ്മെൻറ്റ്സ് തന്നിട്ടുണ്ട് അത് ഓട്ടോ എക്യുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് കുറച്ച് സാധനങ്ങൾ ഇതിന് വേണ്ടി അസൈൻ ചെയ്യും. അതിനുശേഷം വീണ്ടും നമ്മൾ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ബാക്കിലേക്ക് പോകാൻ വേണ്ടി മുകളിലാണ് ഈ ഒരു സ്വിച്ച് ഉള്ളത്. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ബാക്കിലേക്ക് പോവുക. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് നമ്മളെ കാണിച്ചു തരുന്നത്. അതിനുശേഷം ഈ ഒരു ഫിഷിനെ കുറിച്ച് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് കിട്ടേണ്ട റിവാർഡ് ഇപ്പോൾ 2000 ഫിഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ റെഡ് ഫിഷ് കിട്ടാനുള്ള ഒരു സംഭവം, എല്ലാ ദിവസവും നമുക്ക് ഈ റെഡ് ഫിഷ് കിട്ടും. അത് കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വരാം. പിന്നെ അതിനുശേഷം നമുക്ക് അഡ്വഞ്ചർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് ഈ അഡ്വഞ്ചറിൽ ആദ്യം ഒരു ട്രഷർ ബോക്സ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഓരോ സമയത്തും നമുക്ക് ഇപ്പോൾ ദാണ്ടെ 72.72K പിന്നെ ഗ്രീൻ ഫിഷ് കിട്ടി, എക്സ്പീരിയൻസ് ഏൺ ചെയ്തിട്ടുണ്ട്, 5 റെഡ് ഫിഷും കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കളക്ട് കൊടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ബാറ്റിൽ ചെയ്യാം. ഈ ബാറ്റിൽ നമുക്ക് ഇപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഈ 3 ക്യാരക്ടേഴ്സ് നമുക്കുണ്ട്. ഈ 3 ക്യാരക്ടേഴ്സിൽ 2 ലെവൽ 1ഉം 1 ലെവൽ 6ഉം ആണ്. എന്നാൽ നമുക്ക് ഓപ്പോണൻറ്റ് തന്നിരിക്കുന്ന എല്ലാ ലെവൽ 1 ആണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇവരെ ഇപ്പോൾ ഇതിനനുസരിച്ച് അലൈൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു മാച്ചിൽ നമുക്ക് വേണമെങ്കിൽ 6 പേരെ നമുക്ക് ഇതിനകത്ത് അലൈൻ ചെയ്യാം. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 3 പേരേ ഉള്ളൂ. കാര്യം നമ്മൾ ആരെയും പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്തും ഓപ്പോണൻറ്റിൻ്റെ ഇതിനനുസരിച്ച് അവരുടെ ശക്തിക്ക് അനുസരിച്ച് വേണം നമ്മൾ ഇതിനെ അലൈൻ ചെയ്യാൻ. ആരെവിടെ വേണം എന്നൊക്കെ അലൈൻ ചെയ്യുക. അതൊക്കെ നമ്മൾ പോകെ ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് അലൈൻ ചെയ്ത് ഫൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മളുടെ ഇടത് ഭാഗത്തുള്ള ഈ ഒരു സംഭവമുണ്ട്, അത് കണ്ട ഓരോ ഇതിൽ ഫൈറ്റ് ചെയ്യും. അത് ഓപ്പോണൻ്റ് ഒരെണ്ണം ഇപ്പോൾ മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ തകർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റായിട്ട് ഇവരെ തോൽപ്പിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ഇത് ജയിക്കും. ഇപ്പം നോർമലി ഇപ്പം നമ്മളാണ് ജയിച്ചത്. എക്സ്പീരിയൻസ് നമുക്ക് 69 വന്നിട്ടുണ്ട്. 2137 ഗ്രീൻ ഫിഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീഷർട്ട്. ഇങ്ങനെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കുറേ എക്സ്പീരിയൻസ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് ഈ ഫിഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ
ഇപ്പം ഞാനിവിടെ അല്ലേ ഇവിടെ ഞാൻ ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇവിടെ കാണിക്കാം. ഇവിടെ ഇപ്പം ലെവൽ 7 ഉണ്ട്. ഞാനിതിനെ ലെവൽ 13 ഒറ്റയടിക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇവിടെ എനിക്ക് മാക്സിമം ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത് 30 ആണ് കറൻ്റ്ലി കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇവിടെ മുകളിലേക്ക് ഒരു ആരോ ഉണ്ട്. ഈ ആരോ ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ പറയും 50 ഫിഷ് ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഫിഷിൻ്റെ ഇത് കൂട്ടണം. അപ്പോൾ നമ്മളത് കൂട്ടാൻ വേണ്ടിയുള്ള വഴിയാണ് അടുത്തതൊക്കെ നോക്കേണ്ടത്. അപ്പോൾ ഇത് ഞാനൊരു ഓവറോൾ ഇതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരുപാട് നോക്കാനുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് എങ്ങനെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഞാനിപ്പോൾ ഇത് പോയിട്ട് ഇതിൻ്റെ ഒറിജിനൽ ഞാൻ നമ്മൾ ഇതെല്ലാം സെറ്റപ്പ് ചെയ്തൊരു ഇത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ലോഗിൻ ചെയ്യും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യട്ടെ. ഇപ്പം ഞാൻ എൻ്റെ ഇതിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആദ്യത്തേത് ലെവൽ 30, പിന്നെ ലെവൽ 50, ലെവൽ 60, ലെവൽ 60, ലെവൽ 50. ഈ രണ്ടാമത്തെ മുതൽ നാലാമത്തെ വരെയുള്ള അഞ്ചാമത്തെ വരെയുള്ള ഇതിനെല്ലാം നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ്. അതിനെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വരുമ്പോൾ ഈ NFT എന്ന് എഴുതിയിരിക്കുന്ന 4 എണ്ണവും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മളുടെ ഇൻവെൻട്രിയിൽ പോയി നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം. ഞാനിവിടെ 4 നിന്നക്കോ ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 4 ക്യാരക്ടേഴ്സ്. ഇവർ അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇവരുടെ എബിലിറ്റിയും സംഭവമൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ നമുക്ക് അനലൈസ് ചെയ്തിട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇപ്പോൾ പൈസ ഉള്ളവർക്ക് ഇത് വാങ്ങാൻ പറ്റും. പക്ഷേ ഇത് വാങ്ങിയാൽ മാത്രമേ നമുക്ക് ഏൺ ചെയ്ത് തുടങ്ങാൻ പറ്റൂ. ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കളിച്ചില്ലെങ്കിൽ പോലും നമുക്കിതിൽ നിന്ന് ഒരു ഏകദേശം ഒരു $7-8 ഈക്വലായിട്ടുള്ള ഒരു ടോക്കൺ നമുക്ക് കിട്ടും. അതിവിടെ ക്ലെയിം മാറ്റ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നമ്മളിവിടെ വരുമ്പോൾ നമുക്കിവിടെ കാണാം. ഇപ്പോൾ അതാണ്ട് നമ്മുടെ ക്ലെയിംഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് 0 ഔട്ട് ഓഫ് 1440 ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതായത് എനിക്കിത് ക്ലെയിം ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരെണ്ണത്തെ സെലക്ട് ചെയ്യുക. ഇപ്പം ഏറ്റവും കൂടുതലുള്ളത് 270 ആണെന്ന് വെച്ചോ. അപ്പം ഞാൻ അതിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ 10 എന്ന് പറയുന്ന ഇതിനകത്തേക്ക് കൊടുക്കുമ്പോൾ എനിക്കിവിടെ 5 മാറ്റ കിട്ടും. അതായത് ഈ 5 മാറ്റ എന്ന് പറയുമ്പോൾ 40 മാറ്റയാണ് മുമ്പ്. ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് 40 മാറ്റയ്ക്ക് ഒരു 30 സെൻറ്റൊക്കെ ഉള്ളൂ. പക്ഷേ 2 ആഴ്ച മുമ്പ് 40 മാറ്റയ്ക്ക് $1 ഉണ്ട്. അപ്പോൾ ഒരു ദിവസം നമുക്കൊരു ആവറേജ് ഒരു ഇതേപോലുള്ള ഒരു NFT 6 എണ്ണം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് ഏകദേശം ഒരു 2000 മാറ്റ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അത്യാവശ്യം നല്ല ഒരു ഏണിങ് തന്നെയാണ് എന്ന് പറയാം. ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ ക്ലെയിം ചെയ്തെടുക്കാം. അതായത് നമുക്ക് ഇതിപ്പം 10 കുറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് 10 ഔട്ട് ഓഫ് 1440 എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കങ്ങനെ 1440 വരെ ഒരു ദിവസം നമുക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒന്നുകൂടെ ക്ലെയിം ചെയ്തപ്പോൾ അതാണ്ട് അടുത്ത 5 കൂടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് നിർത്തുകയാണ്. ഇനി നമുക്ക് ഇതുപയോഗിച്ച് എങ്ങനെ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ബാക്കിലോട്ട് വരികയാണ്. ഇവിടെ വന്നിട്ട് വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ പോവാം. ഇവിടെ മാജിക് ട്രീ ഉണ്ട്, അരീന ഉണ്ട്. ഈ മാജിക് ട്രീ ഒക്കെ ഓപ്പൺ ആവാൻ ഒരു സർട്ടൻ ലെവലിൽ നമ്മൾ എത്തണം. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പം ഞാൻ ഈ അരീന എന്ന് പറയുന്ന ഈ ഒരു ഇതിലെത്തിയിട്ട് ചലഞ്ച് എന്ന് പറയുന്ന ഈ ഒരു സംഭവം കൊടുക്കുക. ഇത് നമ്മൾ റിയൽ ആളുകളുമായിട്ടാണ് പലപ്പോഴും മത്സരിക്കുന്നത്. ചിലപ്പം ബോട്ട് വരാറുണ്ട്. ഇപ്പം നമ്മൾ ബോട്ട്സ് അല്ല റിയൽ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഒരു കളി ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പം 790 പോയിൻ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ പോയിൻ്റ് 900-ന് താഴെയാണെങ്കിൽ നമുക്ക് ഒരു കളി ജയിച്ചാൽ 40 മാറ്റ കിട്ടും. അതായത് $1 ഈക്വലായിട്ടുള്ള മാറ്റ കിട്ടും. ഇനിയിപ്പം നമ്മൾ 900-ന് മുകളിലാണെങ്കിൽ നമുക്ക് 70 എബോവ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എനിവേ ഞാനിവിടെ ബാറ്റിൽ കൊടുക്കുകയാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം
നമ്മളുടെ ഓപ്പോണൻറ്റ് 40 ലെവൽ വരെ എത്തിയിട്ടുള്ള ആളുകളാണ്. നമ്മളുടേതാണെങ്കിൽ 60 50 ഇതിനെ ഞാൻ ഇങ്ങനെ അസൈൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും കഴിവ് നിങ്ങൾ കണ്ടോണം, എങ്ങനെയാണ് ഇവർ ബീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇത് നമ്മളിങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 60 ഇവിടെ എനർജി ഈ താഴെ നമുക്കതിന് ചിലവാകും. അതായത് നമ്മൾ ഓരോ തവണ മത്സരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ റെഡീം ചെയ്തില്ല, മാറ്റർ റെഡീം ചെയ്യാൻ നേരത്ത് നമ്മൾ ഇത് ഉപയോഗിച്ചല്ലോ എനർജി, ഈ എനർജി 60 വെച്ചിട്ട് ചിലവാകും. അത് പക്ഷേ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റോർ ആവുകയും ചെയ്യും. നമ്മളിങ്ങനെ കളിക്കുമ്പോഴും കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റോർ ആവും. അപ്പോൾ ഇത് ഞാനൊന്ന് പ്ലേ കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് പൈസ ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഇത് അലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അറ്റാക്ക് കൊടുക്കുകയാണ്. അറ്റാക്ക് കൊടുക്കുമ്പോൾ ഇനി ഒന്നും നമുക്ക് നോക്കാനില്ല, നമുക്ക് നോക്കാം. ഇത് ഇടതുവശത്ത് കാണുന്ന നമ്മളുടേതാണ്. ഇപ്പം നമ്മളാണ് ആദ്യം ഇത് ചെയ്തത്, വലതുവശത്ത് അവരുടെ ഇത്തിരി അത്യാവശ്യം പവർഫുള്ളാണ്. പക്ഷേ നമ്മൾ ഇവരെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന അവരുടെ ഒരാളെ നമ്മൾ കൊന്നു ഓൾറെഡി. അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്, നമുക്കത് പിടിച്ചു നിൽക്കാൻ ഇത്തിരി പാടാണ്. പക്ഷേ നമ്മളുടെ അത്യാവശ്യം എല്ലാവരും ഇത്തിരി ഇതായതുകൊണ്ട് അവരെ ബീറ്റ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. നമ്മളുടെ 4 പേരും ഇപ്പോഴും ഉണ്ട്. അവരുടെ എല്ലാവരെയും നമ്മൾ കൊന്നു. ഇപ്പം നമ്മൾ റിയലായിട്ട് ഇതിനകത്ത് ഏൺ ചെയ്തതെന്ന് പറയുന്നത് 802 നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ പോയിൻ്റ് 900 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇത് വിൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഗെയിമും കൂടെ ഞാൻ ഇതേപോലെ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയാം. ഇപ്പോൾ സെക്കൻഡ് ബാറ്റിൽ കൊടുത്തു. ഇത് ഇത്തിരി പാടാണ് നമുക്ക് ജയിക്കാൻ. കാര്യം അവരെല്ലാം 50-ൻ്റെയാണ്. എന്നാലും നമ്മൾ ഇതിനെ ഒന്ന് നോക്കാം. കാര്യം നമ്മുടെ അടുത്ത് 60 2 ഉണ്ട്, ബാക്കി 2 50. ഇത് അലൈൻ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. എന്നാലും അതിൽ കൂടുതൽ വരുമ്പോൾ നമ്മളുടെ ആളുകൾ എത്രത്തോളം പവർഫുള്ളായിരിക്കും അതിനനുസരിച്ചാണ് നമുക്ക് ഉണ്ടായത്. ഇപ്പോൾ നമ്മളുടെ ഒരാളെ ഏകദേശം വീക്കായിരിക്കുകയാണ്, അവർക്കാണ് വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും ആയിട്ടില്ല. ഇതിപ്പോൾ നമ്മുടെ ഒരാൾ ചാവാറായി, അത് ഒരാൾ നമ്മളുടെ പോയി. അപ്പോൾ 2 പേര് പോയി. നമ്മളിതിൽ തോക്കാൻ ചാൻസ് ഉണ്ട്, നല്ല ചാൻസ് ഉണ്ട് തോക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം നമ്മൾ തോറ്റു. പക്ഷേ നമുക്ക് -14 പോയിൻ്റ്, നമ്മളുടെ 788 -14 ആയിട്ടുണ്ട്. ഇനി അത് കളിച്ച് തന്നെ നമ്മൾ നേടണം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 2449 മാറ്റയാണ് ഇവിടെ ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 1-2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ മാസം $1000-2000 ഏൺ ചെയ്യുന്ന ആളുകളുണ്ട്. അത്യാവശ്യം നല്ല എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ ഒരു ഗെയിമിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പുള്ളിക്കാരന് ഏകദേശം ഒരു മന്ത്ലി ഒരു $600-700 ആണ് വിഡ്രോ ചെയ്തിരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാനും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഈ ഒരു 4 ഇതിനെ വാങ്ങിയപ്പോൾ എനിക്ക് ചിലവായത് ഏകദേശം $500 ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഡോളറിന് ഈക്വൽ ആയിട്ടുള്ള നമുക്ക് അതിൻ്റെ ഒരു NFT നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏത് സമയം വേണമെങ്കിലും നമുക്ക് ആ NFT വിറ്റ് കഴിഞ്ഞാൽ ഈ പൈസയോ അല്ലെങ്കിൽ ഇതിൽ കൂടുതലോ, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് കുറവാണെങ്കിൽ നമ്മൾ ഇടുന്ന ആ ഒരു പൈസ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഒരു കംഫർട്ടുള്ളൊരു സംഭവമാണ്. എനിവേ എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് സജീവ് സൈനിങ് ഓഫ്. ബൈ.